എന്തുവന്നാ? ആ പോയേക്കുവാ വിരുന്ന്. എന്താ വിരുന്നാ? വിളിക്കുന്നിടത്തെല്ലാം നാണമില്ലാതെ അങ്ങ് പോവാ. അവരവരുടെ എന്തെങ്കിലും ഒരു മര്യാദയ്ക്കായിരിക്കും വിളിക്കുന്നത്. ഇനി ഈ കെട്ടിയവനും പെണ്ണും പിള്ളേയും കൂടെ അങ്ങ് പോവല്ലയോ അങ്ങ്. എന്നാൽ ഒരിടത്തെങ്കിലും അച്ഛനും അമ്മയും വെറുതെ ഇരിക്കും, അങ്ങ് വന്നാട്ടെ. ഇല്ല ആ കല്യാണം കഴിഞ്ഞിട്ട് 10-20 ദിവസമേ ആയുള്ളൂ. പോയിട്ടുണ്ട്. ആ അവനൊന്നും ഇല്ല. 2 ദിവസമായി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട്. അവിടെ വന്നായിരുന്നോ? വന്നില്ല. എവിടെ കറങ്ങാൻ പോയി? എനിക്ക് വയ്യ ജാനി. ചേച്ചി ഞാനാ. ഒരു മിനിറ്റ്, ഏതോ ഒരു അലവലാതി വന്നിട്ടുണ്ട്, പിന്നെ വിളിക്കാം. ആ എന്തുവാ? സ്റ്റീഫനാ, സ്റ്റുഡിയോ വന്നതാ. ആൽബം റെഡിയായി. ഓ അല്ല, പിന്നാമ്പുറത്തോട്ട് എന്തിനാ വന്നേ? അല്ല, അവിടെ വിളിച്ച് ആരും വന്നില്ല. അപ്പൊ പിന്നെ ഇവിടെ തൂക്കുന്ന സൗണ്ട് കേട്ടോ, അങ്ങനെ വന്നാ. അവിടെ ആരും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് തള്ളി കയറുവാന്നോ? ചേട്ടൻ വന്നില്ല, അതാ. അങ്ങോട്ട് പോടോ, അവിടെ ചേട്ടനുണ്ടല്ലോ. ഒന്ന് ബെല്ലടിച്ചാ പോരായോ? വീടിന് ചുറ്റും ഇങ്ങനെ പ്രദർശനം ചെയ്യണോ? അങ്ങോട്ട് എല്ലാം അങ്ങോട്ട്. ചെല്ലണോ അങ്ങോട്ട്? ഉള്ളോട്ട് കാലം നിൽക്കുന്ന കിളവിമാരെ പോലും വെറുതെ വിടത്തില്ലല്ലോ. സൗന്ദര്യത്തിന്റെ കൊച്ചാട്ടിന് ഇഷ്ടപ്പെട്ടോ? ഇച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടോ? പറ, കൊച്ചാട്ടിന് ഇഷ്ടപ്പെട്ടോ? ഇച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടോ? കൊച്ചേട്ടാ, ഇച്ചൈ പറ ഒന്ന്, ഇഷ്ടപ്പെട്ടോ? ഞങ്ങളാരാ? ചെറുക്കണ്ട അച്ഛനും അമ്മയും. ആ ഒരു ബോധം ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ഞങ്ങളുടെ ഫോട്ടോ എന്തി? ഇതിനകത്ത് മൊത്തം ചെറുക്കൻ്റെ പെണ്ണിന്റെ ഫോട്ടോ ആണല്ലോ. ചെറുക്കൻ്റെ പെണ്ണിന്റെ വീട്ടുകാരുടെ. ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഫോട്ടോ അതിനകത്ത് ഉണ്ടല്ലോ. ഉണ്ട്. ഗ്രൂപ്പ് ഫോട്ടോയ്ക്കകത്ത് കണ്ണിങ്ങനെ പകുതി മയങ്ങി നിൽക്കുന്ന ഞാന്, വായിക്കകത്ത് പൂ കയറുന്ന അച്ഛൻ. എവിടെങ്കിലും കേറിയല്ലോ. ഇതാണോ ഫോട്ടോ? എന്റെ പൊന്നിച്ചേ, ഞാൻ നിങ്ങളെ എത്ര വട്ടം വിളിച്ചു. കൊച്ചാട്ടം ഒന്ന് വാ, ഇച്ചൈ ഒന്ന് വാ. നിങ്ങൾ ആ ആളിന്റെ ഇടയിൽ പോയിരിക്കുമല്ലായിരുന്നു, ഒന്ന് വന്നൂടായിരുന്നു. ഓഡിറ്റോറിയത്തിലെ സ്റ്റേജിൽ നിന്ന് കോയി വിളിക്കുന്നതല്ല, അടുത്ത് വന്ന് വിളിക്കണം. അണ്ണൻ മിണ്ടായി. എടോ, പന്തലുകാർക്ക് പൈസ എടുക്കണ്ടേ? ആര് കൊടുക്കും? ഇയാള് വന്ന് കൊടുക്കുവോ? അണ്ണൻ അതിന് പോയേക്കുമായിരുന്നു. സദ്യയുടെ ഇട്ടാവട്ടം. അണ്ണൻ മിണ്ടായി. അണ്ണ സദ്യയുടെ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങിയാ പോരാ. നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തും. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് റിവേഴ്സ് അടിച്ച് അങ്ങോട്ട് പോകും. അവിടെ വരുമ്പോ യു-ടേൺ എടുത്ത് ഇങ്ങോട്ട് വരും. എന്തുവാ ഇത്? ഞാൻ എല്ലായിടത്തും എത്തും. അണ്ണൻ മിണ്ടായി. അണ്ണ രൂപ 1-2 അല്ല, എന്തുമാത്രം എണ്ണി കൊടുക്കുന്നതെന്ന് അറിയാമോ? മിണ്ടായി അണ്ണ, അണ്ണൻ മിണ്ടായി. പിരിവ് നോക്കണ്ടേ? എഴുതിയ കണക്ക് നോക്കണ്ടേ? ഞങ്ങൾ അതിന്റെ പുറകെ ആയിരുന്നു. അണ്ണ മിണ്ടായി. അണ്ണ സംസാരിക്കാതിരി. വരുന്ന ബന്ധുക്കളെയൊക്കെ ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? ഞങ്ങൾ രണ്ടും പോട്ടെ. അണ്ണന്റെ ഫോട്ടോ പോന്നെങ്കിൽ പോട്ടെ. ഞാൻ നല്ല സാരി എടുത്ത് 1-2 അല്ല 12,000 രൂപയുടെ സാരി ഞാൻ എടുത്തത്. ആ സാരി കാണിക്കാൻ ഞാൻ എവിടെ ആരെ കൊണ്ടുപോയി കാണിക്കും? ഉണ്ടോ? ഈ നമ്മുടെ ആൽബത്തിനകത്ത് ഇതാണെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാരുടെ ആൽബത്തിനകത്ത് ഒന്നും കാണത്തില്ലല്ലോ. ഞാൻ ഡബിൾ മുണ്ട് കൊടുത്തോണ്ടാ എന്റെ അണ്ണൻ വന്നത്, അറിയാമോ? പുതിയത് MCRന്റെ ഫോട്ടോ ഇല്ല. അത് പറയണോ നിങ്ങൾ? അല്ലയോ എന്റെ ഇടയ്ക്ക് കൂടെ കയറി. അതുപോലെ അണ്ണൻ കേക്ക്, പെണ്ണിറങ്ങാൻ നേരത്ത് ഞാനൊന്ന് കരഞ്ഞു. ആ ഫോട്ടോ എന്തിയേ? ആ പെണ്ണ് ഇങ്ങോട്ടല്ലേ വരുന്നത്, അതിന്റെ ആഘാതം ഓർത്ത് കരഞ്ഞതാ. എന്തിയേ? ഞാൻ കണ്ടില്ലല്ലോ. ആഡിറ്റോറിയത്തിന്റെ പുറകിലോട്ട് പറഞ്ഞായിരുന്നു. ഞാൻ അവിടെ മാറിയിരുന്ന കരഞ്ഞത്. നാട്ടുകാരെ മൊത്തം കാണിക്കട്ടെ. കാൻഡിഡ് കിട്ടിയാൽ നല്ലൊരു കാൻഡിഡ്. എന്തിയടോ അത്? എന്തെല്ലാം പ്രതീക്ഷയായിരുന്നു. ഞാനും കരഞ്ഞായിരുന്നു. എന്തോത്തിനാ കരഞ്ഞത്? പപ്പടം കിട്ടിയില്ലയോ? പിന്നെ കരഞ്ഞു. പറയുമ്പോ ഒരു ഇച്ചിരി മയമൊക്കെ ഉള്ളത് പറയണം കേട്ടോ. എല്ലാം അങ്ങ് വിശ്വസിക്കത്തില്ല എല്ലാവരും. ഞാൻ കരഞ്ഞത് ഉള്ളതാ. എന്നാലും ഇത് ശരിയായില്ല മോനെ, ശരിയായില്ല. ഇനി ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ AI വെച്ചോ എന്തോന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫോട്ടോ ഒന്ന് ഒപ്പിച്ചതാ. വളയിടുന്ന ഫോട്ടോ എന്തി? ആ സമയത്തല്ലേ അപ്പച്ചി വന്ന് ക്യാമറയുടെ മുമ്പിൽ നിന്ന് സർക്കസ് കാണിച്ച് ബഹളം ഉണ്ടാക്കിയത്. റീടേക്ക് എടുക്കണമായിരുന്നു. ഇല്ലെങ്കിൽ മറ്റേ ചെയ്യാലോ. ചെയ്യാലോ. ഇച്ചേ, നിങ്ങൾ ആ പൈസ എന്താ? എനിക്ക് ആ പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് കളർ ലാബിലൊക്കെ പൈസ കൊടുക്കുക. ഇതെന്റെ ഫസ്റ്റ് വർക്കാ. തന്തേം തള്ളയില്ലാത്ത ആൽബത്തിന്റെ പൈസ ഒന്നും ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. ഇയാൾ ആദ്യം പോയി തള്ളയുടെ ഫോട്ടോ ഒപ്പിച്ചോണ്ട് പോവാ, എന്നിട്ട് തരാം. ഇച്ചേ, പൈസ ഒന്ന് തായിച്ചേ. കൊച്ചേട്ടാ, പൈസ ഞാൻ തരത്തില്ല. അണ്ണൻ മിണ്ടായി. അണ്ണ പൈസ ഞാൻ തരത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എൻ്റെ വയറ്റിൽ നിന്ന് പോയത് ആ ചെറുക്കൻ. എന്നിട്ട് ആ ചെറുക്കൻ്റെ ഫോട്ടോയും വല്ലവൻ്റെ വയറ്റിൽ നിന്ന് വന്ന ആ പെണ്ണിൻ്റെ ഫോട്ടോയും ആ വീട്ടുകാരുടെ ഫോട്ടോയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തന്തയും തള്ളയും എന്തുവാ ഷോ പീസോ? അതൊന്നും പറ്റത്തില്ല.
വേണ്ടേ ഞങ്ങളുടെ ഫോട്ടോ ആദ്യം വെക്കണം. ആൽബത്തിന്റെ മുന്നിൽ വെക്കണം. അണ്ണൻ മിണ്ടായി. ആൽബത്തിന്റെ മുന്നിൽ വെക്കണം. ഇത് ചെറുക്കൻ്റെ പെണ്ണിന്റെയും കൂടെ കിന്നരിപ്പും കുടതാമരയും കൊഞ്ചിക്കൊഴയിലും എല്ലാം കൂടെ എടുത്ത് അങ്ങ് വെച്ചേക്കുവാ. ഇത് ആരെ കാണിക്കാനാ? തന്തേ തള്ളയോ ഉണ്ടെന്ന് അറിയണ്ടായോ? ചെറുക്കന് തന്തേ നല്ല ഇല്ലാതെ മാനത്തുനിന്ന് പൊട്ടി മുടങ്ങുന്നതോ? അല്ലേ അണ്ണൻ മിണ്ടായി. അണ്ണ ഉമ്മ വെക്കുന്ന ഫോട്ടോ. എന്നാ പിന്നെ ആൽബം ഇതാ. ആൽബം തരാൻ പറ്റത്തില്ല. നല്ല സെപ്പറേറ്റ് ഒരു ആൽബം ഉണ്ടാക്കി തന്നാലും തലയുടെ ഫോട്ടോ ഉണ്ടാക്കി കൊണ്ടുപോവാ. ഇത് ഇവിടെ ഇരിക്കട്ടെ. പണി പഠിപ്പിച്ചിട്ട് പൈസ തരത്തില്ല. നിങ്ങളങ്ങ് തിന്നങ്ങ്. നല്ല ഫോട്ടോ കേട്ടോ. ചെറുക്കന് വേണം. നല്ല രസമുണ്ട്. അവൻ മറ്റേത് കൊണ്ടുവരാതിരുന്നാൽ മതി. ചളകിയല്ലോ. എന്തുവാടാ ആക്രാന്തി നിനക്ക്? മുരിപ്പം വയ്യാത്ത എന്നെ പിടിച്ച് കിടത്തിയിട്ട് എന്താ കാണിക്കാനായിരുന്നു? കൊള്ളാലോ. അമ്മയായിരുന്നോ? അല്ല, എൻ്റെ അമ്മയുടെ നായര്. അയ്യോ, മുരിപ്പം വയ്യാത്ത എന്നെ എന്താ കാണിച്ചതായിരുന്നടാ നീ? പെണ്ണിൻ്റെ അടുത്ത് ഈ കസർത്ത് കാണിക്കാനായിരുന്നോ? ഫസ്റ്റായേനെ. അമ്മയൊന്നും അറിഞ്ഞില്ലായിരുന്നു ഞാൻ. ആണോ? പെണ്ണിൻ്റെ ഒരു കട്ടകാലം. അളിച്ച വായിലുമ്മ കൊടുക്കാൻ വേണ്ടി. ഇത് വേടാ ഇത്. എന്താ അമ്മേ? ഒന്നുമില്ല മോളെ, ചെറുതായിട്ടൊന്ന് ടൈമിംഗ് ഒന്ന് മാറിപ്പോയി. മോള് കിടക്കുന്നത് ഞാനിപ്പോൾ വന്നിരുന്ന് നട്ടെല്ലാം മുരിപ്പം പോയി. അയ്യോ, അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? അത് പറയാൻ മറന്നുപോയി. കൊച്ചിൻ്റെ സ്വർണ്ണമൊക്കെ എന്ത് ചെയ്യും? അതെടുക്കാൻ വന്നേയാന്നോ? ആടാ, ഞാൻ നിന്നെ വിളിച്ചോണത്തി അലമാരി കുത്തി തുറന്നത് എടുത്ത് കട്ടിലേക്കിലൊന്ന് കിടന്ന് വിശ്രമിച്ചിട്ട് പോകാൻ വന്നതാ. എന്ത് വേടാ ഇത്? എന്തുവാ നിനക്ക്? എന്തി മോളെ നിന്റെ സ്വർണ്ണമൊക്കെ? അത് അലമാരിയിലുണ്ട്. അതെല്ലാം ഇങ്ങനെ എടുക്ക്, കൊണ്ടുപോയി ലോക്കറി വെക്കാം. അല്ലമ്മ, കുറച്ച് വിരുന്നൂടെ ബാക്കിയുണ്ടായിരുന്നു. അതെ, വിളിക്കുന്നവർക്കൊരു മര്യാദ ഇല്ലെങ്കിലും ചെന്ന് വെട്ടി വിഴുങ്ങുന്നതായ നമുക്കൊരു മര്യാദയുണ്ട്. അവരൊരു ഭംഗിക്ക് വിളിക്കുന്നത്, അല്ലാതെ വലിഞ്ഞു കയറി ചെല്ലാൻ വേണ്ടിയിട്ടൊന്നും അല്ല. പാക്കരമാമന്റെ കിച്ചന്റെ വീട്ടിൽ പോയില്ലമ്മേ? പാകരമാമന്റെ അടയ്ക്കാം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. എടാ, നിന്റെ അമ്മ മരിച്ചപ്പോൾ കയറിയതല്ല പാകരമാമ, ചുമ്മാ വിളിക്കുന്നതാ. വിളിച്ചിട്ട് കൊതിഞ്ഞോടെ അറിയാൻ വേണ്ടിയിട്ട്. പോവണ്ട മോളെ, സ്വർണ്ണം എല്ലാം കൊണ്ട് സഹകരണ സംഘത്തിൽ വെക്കണം. അയ്യോ, എനിക്ക് അവിടെ അക്കൗണ്ട് ഇല്ല. മോക്കെന്തിനാ അക്കൗണ്ട്? അമ്മയ്ക്കുണ്ടല്ലോ, അതിനകത്ത് വെച്ചാൽ മതി. ഭദ്രമായിട്ട് അവിടെ ഇരുന്നോളൂ. അമ്മ വൈകുന്നേരം ജംബോ സർക്കസ് കാണാൻ പോണമായിരുന്നു. ഇവിടെ കിടന്ന് കട്ടിലേ കിടന്ന് കാണിക്കുന്ന സർക്കസ് പോരാ, ഇനി ജംബോയിൽ പോയി കാണിക്കണം നിനക്ക് സർക്കസ്. പോയി പല്ലേക്കടാ, അടിച്ചടച്ച കുളിക്ക് പോയി. അയ്യോ, കൊച്ചി ഒന്ന് വന്ന് പിടിച്ചേ. നല്ല ആരോഗ്യമുണ്ടല്ലോ. ജംബോ സർക്കസ്. കട്ടിൽ. ജംബോ ജംബോ. എന്തുവാടി പറയല്ലേ? ഇല്ല, ചമ്മലായിരിക്കും അവന്. അവനെ പെങ്കൊച്ചാലും പറഞ്ഞോണ്ട് എന്നെ കയറി പിടിച്ചോ. നിങ്ങളുടെ അതേ സ്വഭാവം തന്തയ്ക്ക് പിറക്കണം മക്കളെന്ന് പറഞ്ഞിട്ടാ. അത് ഈ പ്രായത്തിൽ ഇതൊക്കെ സംഭവിക്കും. കഴിഞ്ഞല്ലേ ഉള്ളു പുതുമോടി. എൻ്റെ കൊച്ചിറക്കുന്ന എത്ര പെട്ടെന്നാ ചേട്ടാ വലുതായത്. പിള്ളേർ അങ്ങനെ പെട്ടെന്ന് വലുതാവും. എനിക്ക് വിഷമം അതൊന്നും അല്ലടി. എന്താ? നമ്മുടെ കല്യാണം കഴിഞ്ഞു നല്ലൊരു ഹണിമൂൺ പോകാൻ പറ്റിയിട്ടില്ല. എന്താ ഇപ്പൊ പിള്ളേർ പോകുന്ന കണ്ടു കാണുമ്പോൾ ഒരു കൊതി. പിന്നെ ഹണിമൂണിന് പോയില്ല, നല്ലൊരു വിരുന്നിന് പോയില്ല. എവിടൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തത്. കല്യാണം കഴിഞ്ഞു, ടക്കനേ നങ്ങ് കൊച്ചായി. ചക്കനേന്ന് കൊച്ചാവുന്നതാണോ? നിങ്ങളുടെ അമ്മ ഇവിടെ കിടന്ന് കാണിച്ച പുകിലൊന്നും അറിയത്തില്ലയോ? എനിക്ക് അടുക്കളയിൽ ഇറങ്ങാൻ നേരം ഉണ്ടായിരുന്നോ? നിങ്ങൾ വായിക്കാത്ത അമ്പഴങ്ങ വിഴുങ്ങിയിരിക്കുമല്ലായിരുന്നു. ഒരു അക്ഷരം നിങ്ങൾ മിണ്ടിയോ? അതാണ് ഇപ്പൊ പ്രശ്നം. ടക്കിനേന്നായത്. എൻ്റെ ചെറുക്കനെ മണ്ടക്കോട്ട് വെക്കെല്ലാം കൂടെ. പൊന്നു മനുഷ്യ, എന്തോ ബഹളമായിരുന്നു തള്ള. ഞാൻ ഗർഭിണിയായ സമയത്ത് എനിക്കിന്ന് എൻ്റെ പുറകോട്ട് എൻ്റെ വായെന്നൊന്നും പറയാം. ഞാൻ പലതും വിജയം വിട്. എന്താ ജില്ലി ജില്ലെന്ന് നിൽക്കും നമ്മള് കൊച്ചു പിള്ളേർ അവനുണ്ടാവുമ്പോ, അറിയാമോ? ആ ജില്ല ജില്ല നിക്കണം. അതുകൊണ്ടാ നീ അങ്ങ് ജില്ല ജില്ലാന്നല്ലോ. ഇപ്പൊ ഒന്ന് പണ്ട് നീ കൊറേ ജില്ല ജില്ല കളിച്ച് എനിക്കറിയാം, ശശാങ്കന്റെ കൂടെ. എടി ശശാങ്കനും നീയും തമ്മിൽ പ്രേമമല്ലായിരുന്നോടി? ശശാങ്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തുവാ പിന്നെ? എന്തോ പ്രേമം? എന്തുവാ? നിങ്ങൾ രമണിയുമായിട്ടല്ലായിരുന്നോ?
എടി രമണിക്ക് എന്നോടായിരുന്നു പ്രേമം. കേൾക്കും രമണി. അയ്യോ നിങ്ങൾ കാമദേവനോ? വരുന്നവരും പോകുന്നവരും എന്നെ പ്രേമിക്കാൻ രമയുമായിട്ട് എന്ത് വരുന്നു നിങ്ങൾക്ക്? ചെറിയൊരു ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞ ഇൻഫാഷ്വേഷൻ. തുപ്പൽ എന്റെ ഒരു സൈഡിൽ തെറിച്ച് ഇൻഫാഷ്വേഷൻ. പിന്നെ ശശാങ്കൻ ചത്തെങ്കിലും നിന്റെ മനസ്സ് ഇപ്പോഴും ഉണ്ടോ അവൻ? നിന്റെ മുഖത്തെ നാണം കണ്ട അറിയാം നിനക്ക് അവൻ ഇപ്പോഴും. എനിക്കിതൊന്നും വിഷയമുള്ള കാര്യമൊന്നും അല്ല, പക്ഷെ എന്ത് സത്യമാണോ? എന്തുവാ ഈ കാണിക്കുന്നേ? പോയി നാണം വരുന്നു എനിക്ക്. ശശാങ്കനെ കുറ്റം പറയാൻ പറ്റത്തില്ല. വയസ്സാനാലും അഴക് മുന്നേ വിട്ട് പോകാതെ. കാളിമുഖി, ഇന്ന് രാത്രി കാളിമുഖി കാണണം. എന്തുവാ മനുഷ്യ എന്താ ഈ കാണിക്കുന്നത്? അമർന്നോ? 2 കഷ്ണം ബ്രെഡ് അല്ലേ തിന്നുള്ളൂ. കുഴിമന്തി കഴിച്ച പെർഫോമൻസ് ആണല്ലേ പെർഫോമൻസ് ചെയ്യുന്നത്. പിള്ളേരെന്തിയേ? പിള്ളേര് എനിക്കറിയത്തില്ല. വിരുന്നിന് എങ്ങനെ പോയി കാണാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലയോ? പിന്നെ വിരുന്നോ? എനിക്കറിയത്തില്ല. സ്വർണ്ണം വാങ്ങിച്ചു വെച്ചാലെങ്കിലും വിരുന്നിന് പോക്ക് നിർത്തുമെന്ന് വിചാരിച്ചു. ഇത് അതും ഇല്ല. വിരുന്ന് 24 മണിക്കൂർ. എവിടെ പോയി മോളെ? എവിടെ പോയി മോളെ? രാവിലെ കാപ്പി പോലും കുടിക്കാതെ. അമ്മ ഒരു വിശേഷമുണ്ട്. എന്ത് വിശേഷം മോളെ? പിന്നെ വിരുന്നായിരിക്കും. ഉണ്ടായിരുന്ന പിന്നെ വിരുന്നാണോ? ഒരു വിരുന്നുകാരും വരുന്നുണ്ട്. കൊടുക്ക്, ഞാൻ പോവാ. ഉണ്ടായിരുന്ന വെച്ച് വിളമ്പണോ മോളെ? അതല്ലമ്മേ, ഞാൻ പ്രഗ്നന്റ് ആയി. എന്തുവാ? ഉണ്ടായിരുന്ന എന്തുവാ? ഞാൻ പ്രഗ്നന്റ് ആയിന്ന്. ഗർഭിണിയോ? നീ ഒരു അമ്മൂമ്മയാവാൻ പോകുന്നു. ഉണ്ടായി അതിനോട് പ്രസക്തി ഇല്ല. എന്തിയാ മോളെ അവന്? ഇന്നിരുന്ന കുഞ്ഞ ഇപ്പൊ ഒരു കുഞ്ഞിന്റെ അച്ഛനാവോ? എന്താ മോനെ ഇത്? എന്തൊരു ഓമനത്തോള്ള മുഖം, എന്റെ അതേ മുഖച്ചായ, അതേ കണ്ണ്, അതേ മൂക്ക്. വിശാഖ നക്ഷത്രം ഉറപ്പാ. എന്താ ഇത്? എന്റെ മുഖച്ചായുള്ള കൊച്ച് ഭ്രൂണമായത്. ഭ്രൂണമാണ്. ഇന്നത്തെ എവിടെ നിങ്ങളുടെ മുഖച്ചായ ഇരിക്കുന്നത്? ഇത്രയും ഭ്രൂണം? ഇത്രയും ഭ്രൂണം. ഒരു നോക്ക്. അതാണ്ട് നിന്റെ മുഖച്ചായ. അയ്യോ എനിക്ക് വെളിവില്ലയോ? വിദ്യാഭ്യാസം ഇല്ലാത്തതിനെയൊക്കെ പിടിച്ച് കെട്ടാൻ പോകുന്നുണ്ട്. എന്നെ പറഞ്ഞാൽ മതി. എപ്പോ അറിഞ്ഞു നിങ്ങളിത്? അമ്മ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് ചെക്ക് ചെയ്തിട്ടെല്ലാം ഒന്ന് കൺഫേം ആക്കിയിട്ട് നിങ്ങളോട് പറയാമെന്ന്. ഞാൻ പറഞ്ഞില്ലയോ? എന്തറിയണ്ണ, ഞാൻ പറഞ്ഞായിരുന്നു. മോക്ക് കുടിക്കാൻ എന്തുവാ? എന്ത് വെച്ചിട്ടെടുത്തോ? എന്നാ ചെല്ല് മോനെ, ഫസ്റ്റ് എടുപ്പിക്കേ. ഉടയാതെ കൊണ്ടുപോണേ. അയ്യോ കൊച്ചിന് കൊണ്ടാ കൊടുക്കുന്നേ. നാരങ്ങ ഇരിപ്പുണ്ടോ? ഓമയ്ക്ക് കൊടുത്താലോ? അല്ല വേണ്ട, പൈനാപ്പിൾ വല്ല മുറിച്ച് കൊടുക്കാം. അതൊക്കെ കരിക്ക് കൊടുത്താലോ? കരിക്ക് എന്തിനു മാറുന്നു പറ. എവിടെ പോയി എന്തെങ്കിലും കൊടുക്ക, സന്തോഷം കൊണ്ട്. കൊടുക്കണ്ടേ കൊച്ചിന്? അച്ഛനാ അപ്പൂപ്പനാവാൻ പോകുന്നത് നമ്മള്. അപ്പൂപ്പനാവാൻ പോകുന്ന ഈ ബാല് തരയുന്ന പേപ്പട്ടിയെ പോലെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ഞാനേ 2 മാങ്ങ കുറച്ച് കൊണ്ടുവരാം. മാങ്ങ എന്റെ കൊച്ചു. ഇതെന്തൊരു മറിമായം? ഇത് മറിമായമൊന്നുമല്ല, ഇത് അറിഞ്ഞുകൊണ്ടുള്ള മായമാ. എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ. മനസ്സിലാക്കി തരാ. അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഒരു മാസം ആവുന്നു. ഈ 1 മാസം എന്ന് പറഞ്ഞാൽ എത്ര ആഴ്ചയാ? 4 ആഴ്ച. 4 ആഴ്ച. അപ്പൊ ഈ റിപ്പോർട്ടിനകത്ത് 6 ആഴ്ചയും 3 ദിവസമാണല്ലോ കാണുന്നേ. അയ്യോ അതാ അമ്മ എന്റെ സംശയം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതറിയണം. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം ആയിട്ടുള്ളെങ്കിലുവേ അവിടെ ഗർഭവേ 1.5 മാസത്തേതാ. അപ്പൊ അമ്മ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം? സംശയിക്കാനൊന്നുമില്ല, കൊച്ചവന്റെ അല്ല. എടി, കല്യാണത്തിന് മണ്ഡപത്തിൽ ഇരിക്കുമ്പോഴേ അവിടെ വയറ്റിൽ കൊച്ചുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ, എടി ആ സുധയുടെ മോളെ ആലോചിക്കാന്. നീ അത് കേൾക്കാതെ കൊണ്ട് എവിടുന്നോ ഉള്ള ആലോചനയല്ലോ ഇത്. അങ്ങനെ വരണം. ചുതാമണ്ണിയുടെ മോളെ കിട്ടിയിരുന്നെങ്കിൽ കുറെ കിട്ടുമായിരുന്നു. ഈ കൊച്ചിന് വിദ്യാഭ്യാസം ഉണ്ട്. എന്നാലേ
വിദ്യാഭ്യാസം കെട്ടിപ്പിടിച്ചോണ്ട് കണ്ടവന്റെ കൊച്ചിനെയും വളർത്തിക്കൊണ്ട് നടന്നു. ഞാൻ എന്തായാലും ഒന്ന് പോയി ചോദിക്കട്ടെ. ഡീ, അത് എന്നോടല്ല പറയേണ്ടത്, നീ അവളോട് ചെന്ന് ചോദ്യം ഇങ്ങനെ ഇരിക്കാതെ. നീ പെണ്ണാണെങ്കിൽ പോയി ചെന്ന് അവിടെ തലയർത്ത് ഇവിടെ കൊണ്ടുവെക്കടി, അല്ലാതെ ഇവിടെ കിടന്ന് വിലസാതെ. ഇങ്ങോട്ട് താ. അമ്മേ, ഞങ്ങൾ പറയുന്നത് വല്ലോ അമ്മ കേട്ടായിരുന്നോ? ഇല്ല. വല്ലോ മനസ്സിലായോ? ഇല്ല. അല്ല പിന്നെ എന്താ അറിഞ്ഞോണ്ടായി തല വെട്ടിക്കൊണ്ട് വെക്കാനൊക്കെ പറഞ്ഞേ? എന്തോ ഒരു വഴക്ക് നടന്നെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അങ്ങ് ഊതി പെരുപ്പിച്ചതാ. എന്തുവാടി പ്രശ്നം? എടി ഛർദിലൊന്നും ഇല്ലയോ നിനക്ക്? സാധാരണ ഈ മാസമൊക്കെ ഛർദിൽ കാണുമല്ലോ. മോനെ ഇവിടെ ഇരിക്കായിരുന്ന അച്ഛൻ മോക്ക് വേണ്ടി കൊണ്ടുവന്ന ബിസ്ക്കറ്റ്, ഇമ്പോർട്ടഡ് ബിസ്ക്കറ്റ്. ഏതാ അച്ഛാ? കൂത്തട്ടോളത്തെ ശാരദാപ്പ കൊണ്ടുവന്നെയാണോ? ആ ശാരദാപ്പടെ മോൻ വന്നില്ലടാ. ഏതാ ചിന്തുനോ? ആ ചിങ്കും കൊണ്ട് തന്നാടാ. തുറന്ന് നോക്ക്. അമ്മ ഇപ്പൊ വന്ന് അമ്മ വന്നിട്ട് 48 വർഷമായി. എടി, നിന്റെ ഈ വയറ്റി വളരുന്ന കൊച്ചാരുടെയാ? എന്തോ അമ്മ പറയുന്നേ? എന്തോന്ന് മനസ്സിലായില്ലയോ? എടി, നീ ഇവിടെ വന്നിട്ട് എത്ര മാസമായിടി? 1 മാസം. പക്ഷെ നീ 1.5 മാസം ഗർഭിണിയാ. അതെങ്ങനെയാടി? ദിവ്യ ഗർഭവോ? എന്റെ കൊച്ചിന്റെ അല്ലെന്ന് എനിക്ക് ഉറപ്പാ. ഇത് ആരുടെ അടി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി. നീ സ്ത്രീധനത്തിന് ഇവിടെ ഗർഭവും കൊണ്ടാ വന്നത്. ഗർഭം ഞങ്ങൾ ചോദിച്ചിട്ടില്ല. സ്ത്രീധനം ചോദിക്കാതെ ഒന്നും വാങ്ങിച്ചു എന്ന് വെച്ച് ചോദിക്കാതെ തരുന്ന ഗർഭം ഒന്നും വാങ്ങിക്കുന്ന ശീലം ഈ വീട്ടുകാർക്കില്ല. അപ്പൊ എന്റെ കൊച്ചെന്തിയേ? നിന്റെ കൊച്ചു പരിപ്പോടെ വാങ്ങിക്കാൻ പോയടാ. ഡി, സത്യം പറയടി, ഈ കൊച്ചാരുടെയാ? അയലത്തെ അണ്ണന്റെയോ അതോ പഠിച്ച കോളേജിലെ കൂട്ടുകാരുടെയോ? എന്തൊക്കെയാ അമ്മ പറയുന്നേ? മനസ്സിലായില്ലയോ? എടി, ഇത് എന്റെ കൊച്ചിന്റെ കൊച്ചല്ലെന്ന്. എടി നീ ഒന്നും മിണ്ടാ. അണ്ണ മിണ്ടാതിരി അണ്ണ. അപ്പൊ എന്റെ കൊച്ചെങ്ങോട്ട് പോയി? നിന്റെ കൊച്ച് വാങ്ങിച്ചോണ്ട് വന്ന പരിപ്പോടെ മുരിഞ്ഞില്ല, അതൊന്നുകൂടെ മുരിച്ചെടുക്കാൻ പോയി. എടി പറയടേ ഇത്. നീ മിണ്ടണ്ട. പക്ഷേ ഞാനിത് വിടത്തില്ല. ഈ കൊച്ചിന്റെ ഉത്തരവാദിത്വം 6 കയ്യിലാന്ന് ഞാൻ ഏറ്റെടുപ്പിക്കും. എന്റെ പോലെ എന്റെ ചെറുക്കിന്റെ തലയിൽ വെച്ച് കേട്ടാൽ സമ്മതിക്കത്തില്ല. താങ്ക് യു മോളെ. പക്ഷെ ഇത് ഞാൻ വിടത്തില്ല. അച്ഛാ, കൂത്താട്ടുള്ള ബിസ്ക്കറ്റ് തന്നെ. അച്ഛ ബിസ്ക്കറ്റ് തന്നെ. അച്ഛ കളിക്കരുത്. അപ്പം മേടിച്ചു തന്നെ. അപ്പം മേടിച്ചാൽ അമ്മ മേടിച്ച തരത്തിലുള്ള സ്വന്തമായിട്ട് കൊച്ചിനുണ്ടാക്കുന്നേ വല്ലവന്റെ കുറിച്ച് സംശയമാവാതെ. പോടാ പോടാ അങ്ങോട്ട്. എടാ തുറക്കാൻ. അച്ഛ ഒന്ന് പോച്ച തരത്തില്ലേ? ഞാൻ എടുത്തോളാം അത്. അമ്മ പറഞ്ഞെല്ലാം മിണ്ടായിരുന്നു കേട്ടോണ്ടിരുന്നില്ലേ? ഒന്നും പറയണ്ടായിരുന്നു ചേട്ടന്? പറയാൻ മാത്രമല്ല, ചോദിക്കാനും ഉണ്ട്. ഈ കൊച്ചിന്റെ തന്തയാരാ? ഓക്കെ അല്ലേ? ഇപ്പം എങ്ങനെയുണ്ട്? പെയിൻ വല്ലതും ഉണ്ടോ? നിങ്ങൾ പറ്റുമെങ്കിൽ വൈകിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വാട്ടോ. പോട്ടെ. ഡോക്ടറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അല്ല, വിശക്കുന്നേരം നമ്മെ കഴിക്കാനൊന്നും കണ്ടില്ല. നിനക്ക് വിശക്കുന്നെങ്കിൽ നിന്റെ വീട്ടിൽ പോയി പറയണം, അല്ലാതെ ഇവിടെ അല്ല പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. വിശക്കുന്നെന്ന് വേണ്ടേ? കണ്ടവന്റെ കൊച്ചിന് ആഹാരം ഉണ്ടാക്കി കൊടുക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. വല്ലവൻ്റെ കൊച്ചിനെ വായിച്ചിട്ടേച്ച് വന്ന് നിൽക്കുന്നവള്. എടി അന്തസ് വേണം. എടി അന്തസ്. എടി ഒരു പെണ്ണാണെങ്കിൽ അവളുടെ ഭർത്താവിന്റെ കൊച്ചിനെ മാത്രമേ ചുമക്കാവൂ. അതറിയാമോ? എന്നിട്ട് വല്ലവന്റെ തലയെ കെട്ടിവെച്ചു കൊടുത്ത് അവനെ കൊണ്ട് വളർത്തിക്കാൻ നീ നോക്കരുത്. എൻ്റെ ചെറുക്കൻ പാവം. മാറിക്കിരി. എന്തെങ്കിലും മേടിക്കാൻ ഉണ്ടെങ്കിൽ പറ, ഞാൻ പുറത്തോട്ട് പോവാ. കാലെന്നാലും ഇവിടെ പോയി. അച്ഛാ,
അച്ഛാ നല്ല ക്ഷീണമുണ്ട്. കരിക്ക് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അച്ഛനാകുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇതിൻ്റെ തന്തയില്ലയോ ഈ കൊച്ചിൻ്റെ തന്ത? അവനോടൊന്ന് പറ. എൻ്റെ മോനോട് പറയണ്ട. കരിക്കുണ്ടാക്കാൻ വന്നേക്കുന്നു. നിന്റെ വീട്ടിൽ പറയണമെന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞോടി. ഞാൻ എന്തിനായിട്ടാ വെറുതെ വീട്ടുകാരെയൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നേ? പിന്നെ അവരോടൊക്കെ പറയാതെ അപ്പൊ ഇത്ര നേരമായിട്ട് നീ പറഞ്ഞില്ല. വെറുതെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മൾ എന്തിനാ അടി ഉണ്ടാക്കുന്നേ? എന്തിനാ അവരെയൊക്കെ ഇതിനകത്തോട് വലിച്ചിഴക്കുന്നേ? നിന്റെ തന്തയും തള്ളയും കൂടെ ജോലി എന്റെ മണ്ടയ്ക്ക് കെട്ടിവെച്ചത് വല്ലവന്റെ കൊച്ചിനെ. ആവശ്യമില്ലാത്ത കാര്യം പറയുന്നേ. ഞാനും ഈ ലോകത്ത് ജീവിക്കുന്നവനാ. എന്നെ കളിപ്പിക്കാനൊന്നും നിൽക്കണ്ട. എൻ്റെ അമ്മ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഞാനൊരു കാര്യം പറയുക, വല്ലവന്റെയും കൊച്ചിനെ ചുമക്കേണ്ട ആവശ്യം എനിക്കില്ല. ചേട്ടാ, ഇത് ചേട്ടന്റെ കൊച്ചിനത് പിന്നെ ആരുടെ കൊച്ചാ? എനിക്ക് ഡിവോഴ്സ് വേണം. അമ്മേ, ആ കൊച്ചു ടെൻഷൻ കാരണം ഇനി ഒന്നും മിണ്ടായില്ല അണ്ണ. എന്തോ ടെൻഷൻ കാരണം? ഉപ്പിച്ചുകൊണ്ട് വരുമ്പം ടെൻഷൻ ഇല്ലല്ലോ. അല്ലെങ്കിലും കള്ളത്തിനെ പിടിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കരച്ചിലും പിടിച്ചിലും ഉള്ളത് ആണയിടലും. മിണ്ടായി ഇവിടെ എൻ്റെ ചെറുക്കൻ്റെ മോനെ. എടാ, ടെൻഷൻ അടിക്കണ്ട. കൊച്ചു നിൻ്റെ അല്ല. എന്തുവാ ഇട്ട് ടെൻഷൻ? ആ, ഉണ്ടായിരുന്ന എന്തോ ഡോക്ടറെ? എന്ത് പറഞ്ഞോ? ഉത്തരവാദി ആരാന്ന് പറഞ്ഞോ? ഉത്തരവാദിയോ? എൻ്റെ പൊന്നു ഡോക്ടറെ, ഈ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ കൊച്ച് 1.5 മാസം ഗർഭിണിയാ. ഉണ്ടായിരുന്ന മതി മതി. ആ കുട്ടി എന്നോട് പറഞ്ഞു. അവൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നമ്മേ, നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഗർഭാവസ്ഥയിലുള്ള ഒരു കുട്ടിയുടെ പ്രായം തീരുമാനിക്കുന്നത് അതിൻ്റെ അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ദിവസം മുതലല്ല, അതിൻ്റെ അമ്മയുടെ ലാസ്റ്റ് പീരീഡ് ഡേറ്റ്, അതായത് LMB വെച്ചിട്ടാണ്. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അമ്മ ഇവിടെ പ്രീതിയുടെ ലാസ്റ്റ് പീരീഡ് ഡേറ്റ് അവളുടെ കല്യാണത്തിന് 2 ആഴ്ച മുന്നേ ആയിരുന്നു. അപ്പോൾ അവൾ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലോട്ട് വരുമ്പോൾ അവളുടെ ഓവുലേഷൻ ടൈമാണ്. നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് കറക്റ്റ് ആ സമയത്ത് തന്നെ അവൾ പ്രഗ്നൻ്റ് ആയി. എത്രയോ ആളുകൾ ഒരു കുഞ്ഞിന് വേണ്ടി ചികിത്സയും വഴിപാടും ഒക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മോൻ ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അല്ല, നിങ്ങൾ സംശയിക്കുകയാണോ വേണ്ടത്? അതെങ്ങനെ? ഇപ്പോഴത്തെ ആളുകളുടെ ഓരോ രീതിയല്ലേ. എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മുൻവിധിയോടുകൂടി അങ്ങ് പെരുമാറും. ഇതൊക്കെ അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണ്ടേ അമ്മേ? ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചായിരുന്നു. നല്ല പുള്ളിയാ എൻ്റെ അമ്മ. അപ്പോൾ ഡോക്ടറെ, ആ വയറ്റി വളരുന്നത് ഞങ്ങളുടെ പേരക്കുട്ടി തന്നെയല്ലയോ? നിങ്ങളിപ്പോൾ ടെൻഷനൊന്നും അടിക്കണ്ട. കുട്ടി നിങ്ങളുടെ മോൻ്റെ തന്നെയാണ്. അവളിപ്പോൾ ഓക്കെയാണ്. ഇനി അമ്മയും കുഞ്ഞിനെ നന്നായിട്ട് നോക്കിയാൽ മതി. ദൈവമേ, ഈശ്വരാ, എനിക്ക് അന്നേ തോന്നി ആ ഭ്രൂണത്തിനെ കണ്ടപ്പോ എൻ്റെ മിണ്ടായി അണ്ണ. വായടച്ച് വെക്ക്. ഭ്രൂണത്തിനെ കണ്ടപ്പം എന്തുവാ നിങ്ങളുടെ എന്തോ പോലെ ഇരിക്കുമായിരുന്നു ഭ്രൂണം. ആ അച്ഛാ, അപ്പൊ കൊച്ചെന്റെയാണോ? അല്ലേ, എൻ്റെ അല്ലേ? അതെ മോനെ, ആണോ? അതെ, മോൻ്റെ തന്നെയാ. പകല് പോലെ സത്യം. എൻ്റെ ദൈവമേ. എടി, അറിഞ്ഞോ? നീ സംശയിച്ചതുപോലൊന്നും ഇല്ല. കൊച്ചെന്റെ തന്നെ. നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ വെറുതെ സംശയിച്ചു. എൻ്റെ കുഞ്ഞുവാവ. എന്തായാലും എല്ലാം ശുഭമായി. ഇവരുടെ സ്നേഹം കാണുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. എന്താ? നിങ്ങളുടെ തള്ള ഞാനിവിടെ വന്ന സമയത്ത് എന്നോട് എന്തോ പോരായിരുന്നു. എന്തിന്? ഞാൻ നേരത്തെ ഗർഭിണിയായേന്. അന്നേ 12 ആഴ്ച ഗർഭിണിയായിരുന്നു ഞാൻ വന്നപ്പം. അറിയാമോ? അതൊക്കെ സ്വാഭാവികമില്ലയോ? സ്വാഭാവികമാ. അതിപ്പം മനസ്സിലായല്ലോ. അന്ന് നിങ്ങൾക്കും ചെറിയ ഇതൊക്കെയുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളെ ഡീൽ ചെയ്ത രീതി വെച്ചിട്ടാ. 12 ആഴ്ച എന്ന് പറയുമ്പം ഏകദേശം 3 മാസം. ആ, സ്വാഭാവികമല്ലേ? സ്വാഭാവികമാണ്. പക്ഷേ ഈ 3 മാസത്തിൻ്റെ സ്വാഭാവികം എനിക്ക് അറിയത്തില്ല. ഏകദേശം ഒരു 2 ആഴ്ച വരെ ഒക്കെ സ്വാഭാവികമാണ്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല അച്ഛാ. എന്താണ് ഇങ്ങനെ കൊതിയോടെ നോക്കുന്നത്? ഇത്രയും വർഷമായില്ലേടാ കള്ളക്കുട്ട. ഇത്രയും വർഷമായതുകൊണ്ട് ഞാനെല്ലാം മറക്കണമല്ലേ?
എടി ശശാങ്കനും ജീവൻ തമ്മിൽ പ്രേമമല്ലായിരുന്നോടി. ശശാങ്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തുവായി കാണിക്കുന്നേ? പോയി നാളെ വരും എനിക്ക്. ശശാങ്കന്റെ മോൻ, കയ്യിലും കാലിലും അതേ രോമം. എടീ